ഹദീസിൽ വന്നിട്ടുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് സംബന്ധമായ ചർച്ചയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദരിക്കപ്പെട്ട ആളുടെ കൈ പിടിച്ച് ചുംബിക്കുക. മുസാഹഫത്തിന്റെ ശേഷം ഒരു പണ്ഡിതനോ ഒരു സയ്യിദോ അങ്ങനെയൊക്കെ ആണെങ്കിൽ, നമ്മൾ ആദരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കൈ പിടിച്ച് ചുംബിക്കുക, കുഴപ്പമില്ല. പലപ്പോഴും അറബികൾ ചെയ്യാത്തൊരു സംഗതിയാണ്. അറബികൾക്ക് അത് എന്തോ ഒരു തെറ്റുപോലെയാണ്. അവർ മുഖത്ത് മാറി മാറി ഉമ്മ വെക്കും, പക്ഷേ കൈ ചുംബിക്കുന്നത് കണ്ടാൽ അവർക്ക് ഭയങ്കര കുഴപ്പമാണ്. ഒരു വിരോധമില്ല, കൈ ചുംബിക്കാം. അതിന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവ് കൊടുക്കുന്നു. ഇത് ഞാൻ പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ഗൾഫ് സുഹൃത്തുക്കൾ പലപ്പോഴും സംശയമാക്കിയിട്ടുണ്ട്. അതിനൊരു മറുപടി മാത്രം പറയാൻ പറ്റുമെന്ന് ഇമാം ഗസാലി പറയുന്നു. തബറുകം ബിഹി വ തൗഖീറൻ ലഹു വലാ ബഅസ ബിഖുബ്ലതി യദിൽ മുഅല്ലമി ഫിദ്ദീൻ. ദീനിൽ ആദരിക്കപ്പെടുന്ന ആളുടെ കൈ പിടിച്ച് ചുംബിക്കുന്നതിൽ കുഴപ്പമില്ല. തബറുകം ബിഹി വ തൗഖീറൻ ലഹു. അയാളോട് തബറുക്ക് എടുക്കാനും അയാളെ ബഹുമാനിക്കുന്നതിൻ്റെയും ഭാഗമായിട്ട്, ആ മഹാനെ ബഹുമാനിക്കുന്നതിൻ്റെയും ഭാഗമായിട്ട് അയാളുടെ കൈ ചുംബിക്കാം, കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞ ഒരു ഹദീസാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി അതിന് തെളിവ് കൊടുക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖബ്ബൽനാ യദൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ ചുംബിക്കാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വലിയ വലിയ മഹാന്മാരുടെയൊക്കെ കൈ ചുംബിക്കുന്നത്. വിചാരിച്ച് എല്ലാവരും പിടിച്ച് ചുംബിക്കണം എന്നൊന്നുമില്ല. പ്രധാനപ്പെട്ട ആളുകളുടേത് അങ്ങനെ ചുംബിക്കാം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കുറേ തെളിവുകൾ പറയുന്നുണ്ട്. അതെല്ലാം കൂടെ പറയുമ്പോഴേക്കും നമ്മുടെ സമയം നഷ്ടപ്പെടും. ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരാരും ഉണ്ടാകില്ല. തബൂക്ക് യുദ്ധത്തിൽ പിന്തിയ മഹാൻ, എന്നിട്ട് നാട് മുഴുവനും ബഹിഷ്കരണം ഏർപ്പെടുത്തി വല്ലാതെ സങ്കടപ്പാടിലായിരുന്നു ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തൗബ സ്വീകരിച്ചു എന്ന വിവരം കിട്ടിയപ്പോൾ, സംഭവം പറയുന്നില്ല, ബഹുമാനപ്പെട്ടവർ പറയുന്നില്ല, അമ്മാ നസലത്തു തൗബതി, എനിക്ക് തൗബ സ്വീകരിച്ചു എന്ന വിവരം കിട്ടിയപ്പം, എന്റെ തൗബ ഇറങ്ങിയപ്പോൾ, എനിക്ക് തൗബ സ്വീകരിച്ചപ്പോൾ, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖബ്ബൽതു യദഹു, ഞാൻ നബി തങ്ങളുടെ അടുത്ത് ചെന്ന് സന്തോഷം കൊണ്ട് ഹബീബിന്റെ കൈ പിടിച്ചു ചുംബിച്ചു. കുഴപ്പമില്ല. ഒരഅറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വരുന്നു. വന്നിട്ട് പറയുന്നു, ഇന്നി അസ്ലംതു യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ മുസ്ലിമായിട്ടുണ്ട്. ഫഅരിനി ശൈഅൻ അസ്ദാദു ബിഹി യഖീനാ, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു തരുമോ നബിയെ, എന്റെ ഈമാൻ ഒന്ന് തറോ ആകാനാ, എന്റെ ഈമാൻ ഒന്നും കൂടെ, എന്റെ ഉറപ്പ് ഇങ്ങോട്ട് വർദ്ധിക്കണം. ഉറപ്പില്ല എന്നല്ല, ഒന്നും കൂടെ വർദ്ധിക്കാൻ, ഈമാൻ ഒന്നിങ്ങ് തറോ ആകാൻ എനിക്ക് നബിയെ നിങ്ങളൊരു മഹാ അത്ഭുതം, ഒരു മുഅ്ജിസത്ത് കാണിച്ചു തരാമോ? നബി തങ്ങൾ ചോദിച്ചു, നിനക്ക് എന്തു മുഅ്ജിസത്താ വേണ്ടത്? ഇയാൾ ചൂണ്ടിക്കൊടുക്കുന്നു, നബിയെ ആ കാണുന്ന വളർന്നു പന്തലിച്ചു നിൽക്കുന്ന മരമില്ലേ, അതേ സുഹൃത്തെ, അത് നിങ്ങളുടെ അടുത്തേക്ക് നടന്നിങ്ങു വരണം, നിങ്ങളുടെ മുമ്പിൽ വന്ന് സുജൂദിലായി വീഴണം ആ മരം. സുബ്ഹാനല്ലാഹ്, ഈ സഹോദരൻ പറയുന്നത് വലിയ കാര്യമാണ്. ഉടനെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ വിളിക്കണ്ട, എന്റെ പ്രതിനിധിയായി നീ പൊയ്ക്കോ, എന്നിട്ട് ആ മരത്തെ തൊട്ടിട്ട് പറ, യാ ഷജറതു അജീബി റസൂലല്ലാഹ്, മരമേ നിന്നെ അള്ളാന്റെ ഹബീബ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആളാന്ന് പറഞ്ഞു. ഈ അഅറാബി വന്ന് ഈ മരത്തിന്റെ ചുവട്ടിൽ വന്ന് മരത്തെ കൊട്ടിയിട്ട് പറയുന്നു, യാ ഷജറതു അജീബി റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതർ നിന്നെ വിളിക്കുന്നുണ്ട്, ഉത്തരം ചെയ്യണം മരമേ. ഉടനെ തന്നെ മരം വലത്തോട്ടും ഇടത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും ഒന്ന് ശരിക്കങ്ങോട്ട് ആഞ്ഞു വലിഞ്ഞു, തന്റെ വേരുകളൊക്കെ പൊട്ടിച്ചു. ആ വേര് പൊട്ടിച്ചിട്ട് ലംബമായിട്ട് മനുഷ്യൻ നടന്നു വരുന്നത് പോലെ ലംബമായിട്ട് ഇങ്ങ് നടന്നു വരുന്നു. ലംബമായിട്ട് നടന്നിങ്ങനെ വരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക്. ജാഅത് ലിദഅവതിഹിൽ അഷ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. ഈ സംഭവമാണ് ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി ബൈത്തായി ചിത്രീകരിക്കുന്നത്. ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഖസീദത്തുൽ ബുർദയിലൂടെ നമുക്ക് അതിന്റെ ഒരു ഈരടിയായി ഇട്ടുതരുന്നത് ഈ സംഭവമാണ്. ഈ സംഭവം മാത്രമല്ല, വേറെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ അറിയാൻ നിങ്ങളൊക്കെ അറിഞ്ഞതായിരിക്കും. നമ്മുടെ ബുർദയുടെ കാസറ്റ്
8 ദിവസം 9 ദിവസം നടത്തിയ പ്രഭാഷണത്തിന്റെ കേസറ്റ് ഇറങ്ങിയിരുന്നു. അത് വാങ്ങി കേട്ടവരായിരിക്കും അധിക ആളുകളും. അതിലുണ്ട് ആ വരി വിശദീകരിക്കുന്നിടത്ത് ഞാൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് വിളിച്ചപ്പം മരങ്ങൾ സാഷ്ടാംഗം ചെയ്തുകൊണ്ട് നബിന്റെ അടുത്ത് വന്നു. കണ്ടോ, നബിതങ്ങൾ വിളിച്ചപ്പം വന്നു. അൽ-അഷ്ജാറു മരങ്ങൾ സാജിദത്തൻ സുജൂദിലായി വീണുകിടന്നുകൊണ്ട് വന്നു. തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. എങ്ങനെയാ മരം നടക്കുന്നത്? മനുഷ്യൻ നടക്കുന്നത് പാദമുള്ളത് കൊണ്ടാ. പാദം കാണാൻ ഇരുകാലിയാണെങ്കിലും അർത്ഥത്തിൽ നാക്കാലിയാണല്ലോ മനുഷ്യൻ. കാരണം ഒരു കാല് അതിൻ്റെ നടുഭാഗം കുഴിഞ്ഞ് മേലോട്ട് തള്ളിയിട്ട് 2 ഭാഗങ്ങളാ നമ്മുടേത് ഭൂമിയിൽ തട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ബാലൻസ് തെറ്റാത്തത്. നേരെ മറിച്ച് നേരെ പരന്നിട്ടാണ് പ്ലെയിനായിട്ടാണ് അതുള്ളതെങ്കിൽ പലപ്പോഴും അടിതെറ്റി വീണുപോകും. അത് വീഴാതിരിക്കാനാണ് ആ രൂപത്തിൽ അല്ലാഹു സംവിധാനിച്ചത്. അപ്പൊ ഖദമ് കൊണ്ടാ നമ്മൾ നടക്കുന്നത്, പാദം. അപ്പൊ പാദമില്ലാതെ നേരെ തണ്ടങ്കാലില് കാൽ തണ്ടില് നടന്നിങ്ങനെ ഇങ്ങ് വന്നു ആ വൃക്ഷം. ഒന്നുമില്ല, പാദമില്ല, നേരെ ഒരു സാക്കൊരു മരത്തടി. ആ തടിയിൽ നടന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്ന മരങ്ങൾ നബിതങ്ങളെ മദ്ഹീദതാ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് വിശദീകരിച്ചതാ. അള്ളാഹു ഞാൻ ആ ബൈത്ത് ചൊല്ലിയത് എന്തിനാ? അള്ളാഹു നമ്മൾ അതിന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന സുഖലോക സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തെരുമാറാവട്ടെ. ആമീൻ. ആ ഒരു ദുആ നടത്താൻ വേണ്ടി പറഞ്ഞതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട ഈ അഅറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഈ മരം നടന്നിങ്ങ് വന്നു. മുമ്പിൽ വന്നങ്ങ് വീണപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, ഹസ്ബി ഹസ്ബി യാ റസൂലാ, മതി നബിയേ, മതി, എനിക്ക് മതി, എമ്പാടും മതി, ഇനി എൻ്റെ ഈമാനിന് ഒരു ഇളക്കവും തട്ടില്ല. അത്രയും വലിയ അത്ഭുതമാണ് ഇപ്പൊ ഞാൻ കണ്ടിരിക്കുന്നത്. ഇനി അവിടെ നിൽക്കട്ടെ, എനിക്ക് ആവശ്യം ഈ മരം അതവിടെ തന്നെ പോയി നിന്നോട്ടെ. മരം തിരിച്ചതേ സ്ഥലത്ത് പോയി നിലയുറപ്പിച്ചു, പൂർവ്വസ്ഥിതിയിൽ നിലയുറപ്പിച്ചു. ഇദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ടൊരു ചോദ്യം, അസ്ജുദു ലക യാ റസൂലല്ലാഹ്, അസ്ജുദു ലക യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങൾ എൻ്റെ ഹൃദയാഗത്തിൽ കയറിപ്പോയി, വല്ലാതെ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ഇതിൻ്റെ ബഹുമാനമായിട്ട് നിങ്ങളോട്, ഇതിനൊരു ബഹുമാനമായിട്ട് നബിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സുജൂദ് ചെയ്തോട്ടെ, നബിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സുജൂദ് ചെയ്തോട്ടെ, ഞാൻ വല്ലാതെ ആയിട്ടുണ്ട്, അങ്ങയോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു എനിക്ക്, ഞാനൊരു സുജൂദ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തസ്ജുദ് ലി വലാ യസ്ജുദ് അഹദുൻ ലി അഹദ്. നബി തങ്ങൾ പറഞ്ഞു, നീ എനിക്ക് സുജൂദ് ചെയ്യരുത്, നീ ചെയ്യരുത് എന്നല്ല, ഒരാൾക്കും സുജൂദ് ചെയ്യരുത്. വലൗ കുന്തു ആമുറു അഹദൻ അൻ യസ്ജുദ ലി അഹദ്, അങ്ങനെ ഒരാൾ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ ലോകത്ത് ആരോടെങ്കിലും കൽപ്പിക്കുമായിരുന്നെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, പെണ്ണിനോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു അവളുടെ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന്. പെണ്ണിനോട് അവളുടെ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് പറഞ്ഞില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടപ്പാടിന്റെ വലുപ്പമാണത് കാണിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഇയാൾ ചോദിച്ചു ഉടനെ തന്നെ, നബിയെ സുജൂദ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കൂല, എന്നാൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഉഖബ്ബിരു റഅസക വയദൈക യാ ഹബീബല്ലാഹ്, നബിയെ നിങ്ങളുടെ കൈയും നിങ്ങളുടെ തലയും പിടിച്ച് ഞാനൊന്ന് ചുംബിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ ഉടനെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഅദിന ലഹു ഫഫഅൽ, റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തിന് അതിന് സമ്മതം കൊടുത്തു, അദ്ദേഹം അപ്പടി ചെയ്തു. റസൂലുള്ളാഹി കൈ നീട്ടിക്കൊടുത്തു, കൈ ചുംബിച്ചു. തൻ്റെ മുഖത്ത്, തൻ്റെ തലയിൽ ആ സ്വഹാബി ചുംബിക്കുകയാണ്. നെറ്റിത്തടത്തിൽ ചുംബിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ. അപ്പൊ അതിന് കുഴപ്പമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ കണ്ടത്. നിങ്ങൾ എന്തേ സുജൂദ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ പാടില്ല എന്ന് പറഞ്ഞു, സുജൂദ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ പാടില്ല എന്ന് പറഞ്ഞു. അതേസമയം കയ്യും തലയും പിടിച്ച് ചുംബിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അതേ എന്നും പറഞ്ഞു. എന്തേ വ്യത്യാസം? ഒന്ന് ആരാധനയാണ്, ഒന്ന് ആദരവാണ്. അതാണ് നമ്മുടെ കൂട്ടത്തിൽ തല തിരിഞ്ഞ കുറച്ച് കക്ഷിക്ക് തിരിയാതെ പോയത്.
എന്താണ് ആദരവ്, എന്താണ് ആരാധന എന്ന് വകഭേദം നടത്താൻ കഴിഞ്ഞില്ല. അവർ മലയാളം നിഘണ്ടു എടുത്താ പഠിക്കേണ്ടത്, ഖുർആനും സുന്നത്തും ഒന്നുമല്ല. ആദരവ്, ആരാധന, ഈ രണ്ട് പദം ശരിക്ക് കീറിമുറിച്ച് മനസ്സിലാക്കിയാൽ, എന്താണ് അതിന്റെ നിജസ്ഥിതി എന്ന് മനസ്സിലാക്കിയാൽ, ഒരിക്കലും ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തെ മുഷിരിക്കാക്കാൻ അവർ തുനിയില്ല, ഒരിക്കലും തുനിയില്ല. അതാണ് നമ്മൾ പറയുന്നത്. ബിദഅത്തിന്റെ അഹ്ലുകാരോട്, വ്യതിയാന ചിന്താഗതിക്കാരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ മലയാളത്തിലെ ഈ രണ്ട് പദം പഠിച്ചാൽ തന്നെ നന്നാവും. ആരാധന, ആദരവ്. ആദരവിന് കുഴപ്പമില്ല, ഒരാളെ ആദരിക്കാം, പക്ഷെ ആരാധിക്കാൻ പാടില്ല. നമ്മൾ ഒരാളെയും ആരാധിക്കുന്നില്ല. അതേസമയം അല്ലാഹു ആദരിച്ചവരെ നമുക്ക് ആദരിക്കാതിരിക്കാനും വയ്യ. അള്ളാഹ് ആദരിച്ചവരെ നാം ആദരിക്കണമല്ലോ. അതാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖിനോട് നാം കാണിക്കുന്ന സമീപനം. അതാണ് റിഫായിൻ ഷെയ്ഖിനോട് നാം കാണിക്കുന്ന സമീപനം. അതാണ് മുഹമ്മദ് മുസ്തഫ, മറ്റമ്പിയാക്കൾ, മറ്റൗലിയാക്കൾ, ഇവരോടൊക്കെ നമ്മൾ കാണിക്കുന്നത്, മമ്പ്രദങ്ങളോടടക്കം നമ്മൾ കാണിക്കുന്നത് ആ ആദരവിന്റെ പ്രകടനങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, കൈ പിടിച്ചു ചുംബിക്കാമോ എന്നതിന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എത്രയോ തെളിവുകൾ തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ചർച്ച ചെയ്തതായി കാണാം. വേണ്ടി പറഞ്ഞുവെന്ന് മാത്രം. എന്തുകൊണ്ട്? ഇത് പാടില്ല എന്ന് പൊതുവായ ഒരു ധാരണ നിലനിൽക്കുന്നത് കൊണ്ട് അത് തിരുത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക്, ഈ സ്വർഗം, നമ്മൾ ഈ പറഞ്ഞ സ്വർഗത്തിലേക്ക്, നല്ല തെളിഞ്ഞ മനസ്സ്, കുശുമ്പില്ലാത്ത, കുറുമ്പില്ലാത്ത ആ ലോകത്ത് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുന്നത് എന്തോ ഒരു സന്തോഷകരമായ ഇരുത്തമാണത്. ആ ഇരുത്തത്തിന് അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് മുസാഫഹത്ത് എന്നാ പറഞ്ഞത്. ഒറ്റ ഹദീസും കൂടെ പറയാം. കാരണം ആരെങ്കിലുമൊക്കെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു പരിപാടിയെങ്കിലും ആരംഭിച്ചാൽ ഇത് കേട്ടിട്ട് അത് വലിയ ഗുണമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. ഉമർ റളിയല്ലാഹു അൻഹു ആ വിഷയം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടു. സമയത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ദൽതഖൽ മുസ്ലിമാൻ, രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുകയും വസല്ലമ കുല്ലു വാഹിദിൻ മിൻഹുമാ, അവർ രണ്ടിൽ ഓരോരുത്തരും സലാം പറഞ്ഞു അലാ സാഹിബിഹി, തന്റെ കൂട്ടുകാരന്റെ മേൽ എന്ന് പറഞ്ഞാൽ ഒരാൾ സലാം പറഞ്ഞു, ഒരാൾ മടക്കി. വസല്ലമ കുല്ലു വാഹിദിൻ മിൻഹുമാ അലാ സാഹിബിഹി വതസാഫഹ, എന്നിട്ട് രണ്ടാളും ഹസ്തദാനവും ചെയ്താൽ, ഹസ്തദാനവും നടത്തിയാൽ നസലതു ബൈനഹുമാ മിഅതു റഹ്മ, അവർക്കിടയിൽ 100 അനുഗ്രഹങ്ങൾ ഇറങ്ങും. എന്താ ഈ പറഞ്ഞത്? ഒന്ന് മനസ്സറിഞ്ഞ് സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഒന്നങ്ങോട്ട് കൈ കൊടുത്താൽ അതിൽ നല്ല തെളിഞ്ഞ മനസ്സുണ്ടെങ്കിൽ, സങ്കുചിതത്തല്ലാത്ത, എന്നെ ഇതാ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു, നിന്നെ എനിക്ക് സമർപ്പിക്കുക എന്ന നിലക്ക് അങ്ങോട്ട് കൈ കൊടുത്താൽ റസൂലുള്ള പറഞ്ഞു അവർക്കിടയിൽ 100 റഹ്മത്ത് ഇറങ്ങും, 100 ഗുണം അവർക്ക് അവിടെ ലഭിക്കും. ഫലിൽ ബാദിഇ തിസ്ഊൻ വലിൽ മുസാഫിഹി അശ്റ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഫലിൽ ബാദിഇ തിസ്ഊൻ, മുസാഫഹത്ത് ആരംഭിച്ചവന് 90 ഗുണം. 100 ഗുണം ഇറങ്ങുന്നതിൽ ആദ്യമായിട്ട് കൈ കൊടുക്കാൻ ആരംഭിച്ച ആളാരാ? മുസാഫഹത്ത് തുടങ്ങിയത്, ആദ്യം നീട്ടിയത് ആരാ? അവന് തിസ്ഊൻ 90 എണ്ണമാണ്. വലിൽ മുസാഫിഹി, മുസാഫഹത്ത് ചെയ്തപ്പോ അതിന് സഹകരിച്ചു കൊടുത്തവന്, മറ്റോ തുടങ്ങി അപ്പം സഹകരിച്ചു കൊടുത്തു. ഈ സഹകരിച്ചു കൊടുത്തവന് അശ്റ 10 കിട്ടും. അവന് 10, മറ്റോന് 90. ഇനി ഇത് കേട്ടുകാണ്ട് ഇതിന് തല്ലുകൂടണ്ട, ഞാൻ നീട്ടെ ഈ നീട്ടെ വെച്ചിട്ട്. അത് രണ്ടാളുടെ മനസ്സിലേക്ക് അള്ളാഹു നോക്കും. രണ്ടാൾക്കും അത്ര ആവേശമുണ്ട്. ഒരാൾക്ക് മുന്നിലായി അള്ളാഹു താലാക്ക് എത്ര തന്നാലും തീരാത്തതാണല്ലോ. നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടി ഒരു 90 തരുന്നതിന് അള്ളാഹുവിൻ്റെ തീരുമൊന്നുമില്ല. പക്ഷെ പറഞ്ഞാൽ എന്താ, ഒരുത്തനെ ആവേശമുള്ളൂ, അവൻ കൈ നീട്ടി, മറ്റോ പിന്നെ നീട്ടിയില്ലേന്ന് വിചാരിച്ച് സഹകരിക്കുക. ഓനെ പറ്റിയപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഏതാവട്ടെ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ അത് പറഞ്ഞു എന്ന് മാത്രം. വലിൽ മുസാഫിഹി അശ്റ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. അപ്പൊ ഇവിടെയാണ് മുഖാമുഖമുള്ള ഇരുത്തം സന്തോഷകരമാകുന്നത്. മുഖാമുഖമുള്ള ഇരുത്തം സന്തോഷകരമാകുന്നത് അവിടെയാണ്. ഇനി യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, അവരുടെ മേൽ യതൂഫു അലൈഹിം, അവരുടെ മേൽ തവാഫ് ചെയ്യും, കറങ്ങിക്കൊണ്ടിരിക്കും. വിൽദാനും മുഖല്ലദൂൻ, കുട്ടിത്തം വിടാത്ത, ശാശ്വതമായ മക്കൾ എന്നാ നേരെ അർത്ഥം. എന്ന് പറഞ്ഞാൽ കുട്ടിത്തം വിടാത്ത മക്കൾ.
മുഖല്ലദൂൻ എന്ന് പറഞ്ഞാൽ മുബഖൗന അബദൻ അലാ ശക്ലിൽ വിൽദാൻ ലാ യതഹവ്വലൂന അൻ, കുട്ടിപ്രായം വിടാത്ത എന്നും മൈനറായി നിലകൊള്ളുന്ന മക്കൾ. അതോൽക്ക് വിടൂല. എന്നും അവരെ കണ്ട മൈനറാ, എന്നും അവരെ കണ്ട കുട്ടികളാ. ആ കുട്ടികളുടെ അവസ്ഥയിലാണ് അവരെന്നുള്ളത്. അപ്പൊ ഇത് സ്വർഗത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. എന്ത്? സ്വർഗാവകാശികൾക്ക് വേണ്ടി ഒതാശ ചെയ്യാൻ കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഓടി നടക്കുക. ഒരേ യൂണിഫോം ധരിച്ച, കാണാൻ നല്ല ചന്തമുള്ള നല്ല മക്കൾ. അത് കാണാൻ രസം തന്നെയാണ്. ചില ഹൈ ലെവൽ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരേ യൂണിഫോം ഇട്ട ഒരേ വലുപ്പത്തിലുള്ള ആളുകൾ ഇങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ അത് കാണാനൊരു ഹരാണ്. പക്ഷേ 1-2 ഡിമാൻഡ് ഉണ്ട് മാത്രം. അവർ ധരിച്ച വസ്ത്രം വൃത്തി വേണം, അതുപോലെ തന്നെ ഓലെ കാണാൻ കുറച്ചൊക്കെ കോലും വേണം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ചടച്ചു പോകും. അപ്പൊ ഈ മക്കളെ കുറിച്ച് അല്ലാഹു തആല വളരെ വ്യക്തമായിട്ട് അല്ലാഹു തആല അത് പറയുകയും ചെയ്തു. അവരുടെ പവർ, ആ മക്കൾ എങ്ങനെയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. യതൂഫു അലൈഹിം ഗിൽമാനുൽ ഹും കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. സൂറത്തു തൂർ 24. സൂറത്തു തൂർ 24-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞു ആ മക്കളുടെ പവർ. യതൂഫു അലൈഹിം വയതൂഫു അലൈഹിം ഗിൽമാൻ, അവരുടെ മേൽ ഗിൽമാനുൽ ലഹും, അവർക്ക് ഒത്താശ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ഏതാനും പയ്യന്മാരിങ്ങനെ ഓടി നടക്കും. എന്താണ് അവരുടെ അവസ്ഥ? കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ, ചിപ്പിക്കകത്ത് ഒളിപ്പിച്ചു വെച്ച മുത്തുപോലെയുള്ള മക്കളാണ് എന്ന് പറഞ്ഞാൽ ആ മക്കളുടെ തിളക്കം, ആ മക്കളുടെ വൃത്തി രണ്ടും അതിൽ സൂചിപ്പിക്കപ്പെട്ടു എന്നാ മഹാന്മാർ പറഞ്ഞത്. കവറിനുള്ളിലുള്ള മുത്ത് ചിപ്പി പൊട്ടിച്ചിട്ടേ ഇത് തൊടാൻ പറ്റൂ. അപ്പൊ ചിപ്പിക്കകത്തിരിക്കുമ്പോ ഈ മുത്തിന് നല്ല തിളക്കമുണ്ടാവും. ചിപ്പി പൊട്ടിച്ചു കഴിഞ്ഞാൽ, കവറ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മനുഷ്യന്റെ കൈ കൊണ്ട് ഉപയോഗം വന്നു. ഉപയോഗം വന്നാൽ കഴിഞ്ഞാൽ പിന്നെ അത് സെക്കൻഡായി മാറി അതിന് കളങ്കം വരും. കളറിനൊക്കെ കോട്ടം തട്ടും, തിളക്കത്ത് കോട്ടം തട്ടും, തിളക്കം കുറയും, ഉപയോഗിച്ചതായി 2ാം നമ്പറായി. അതേ രൂപത്തിൽ തന്നെയാണ് അത് കാണാൻ അഴക് കുറയും. ഇതൊക്കെ ശരിയാണ്. അപ്പോ ഇതിനകത്തിരിക്കുമ്പോൾ നല്ല പരിശുദ്ധി ഉണ്ടാകും, സാധനത്തിന് നല്ല തിളക്കവും ഉണ്ടാവും. അപ്പൊ അതേ രൂപത്തിൽ നല്ല വൃത്തിയുള്ള, കാണാൻ നല്ല കോലമുള്ള മക്കൾ. കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. അല്ലാഹു തആല പറഞ്ഞു ഈ മക്കളാണ് നടക്കുന്നത്. ഈ മക്കൾ ആരാണ് എന്നതാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ട വിഷയം. ആരാണ് ഈ സ്വർഗത്തിൽ ഓടി നടക്കുന്നത്? ഈ മക്കൾ ആരാണ്? സ്വർഗത്തിൽ ഓടി നടക്കുന്ന ഈ മക്കൾ ആരായിരിക്കും? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരാശയാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നിന്ന് ചെറുപ്പത്തിൽ മരിച്ചു പോകുന്ന മുഅ്മിനീങ്ങളുടെ മക്കളാകുമോ? ദുനിയാവിൽ ചെറുപ്പത്തിൽ മരിച്ചു പോകുന്ന മുഅ്മിനീങ്ങളുടെ മക്കൾ അവർ സ്വർഗത്തിൽ കടക്കും. അല്ല, അവർ സിറാത്ത് പാലത്തിന്റെ അടുത്ത് തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി റബ്ബിനോട് മത്സരിക്കും, റബ്ബിനോട് വാശി പിടിക്കും. ചെറിയ കുട്ടികളല്ലേ, അവർക്ക് വെറുതെ വേണ്ടാത്ത വാശിയുണ്ടാകും, ദുർവാശി പിടിക്കും അവർ. എന്റെ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കിട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചെറുപ്പത്തിൽ മരിച്ചുപോയ കുട്ടികൾ വലിയ ഭാഗ്യമാണ്. അവർ സിറാത്ത് പാലത്തിന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വാശി പിടിക്കും, എൻ്റെ മാതാപിതാക്കളെ എനിക്ക് വേണം. അല്ലാഹു തആല പറയും, മോനെ ഒരു വിധ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വിട്ടു തന്നിരുന്നു, പക്ഷെ എൻ്റെ വാപ്പാനി ഇമ്മാനി അങ്ങനെ സ്വർഗത്തേക്ക് വിട്ടുതരാൻ പറ്റിയ സൈസ് അല്ല. കാരണം ഓല ആ നിലക്കല്ല ഓല് ജീവിച്ചത്. അതുകൊണ്ട് ഓല് നരകത്തേക്ക് പോയിക്കോട്ടെ, ഈ സ്വർഗത്ത് പോയിക്കോ. ഇവൻ പറയും, പടച്ചോനെ അത് പറയരുത്, എന്റെ മാതാപിതാക്കളെ നരകത്തിലേക്ക് വിടേ, എന്നാ ഞാനും നരകത്തേക്ക് പോയിക്കോളാം. ഈ കുട്ടി പറയും, എന്നാ പിന്നെ ഞാനും നരകത്തിലേക്ക് പോയിക്കോളാം. അപ്പൊ അല്ലാഹു തആല പറയും, അത് പറ്റൂല, ഈ നരകത്തേക്ക് പോകാൻ പറ്റൂല. കണ്ടങ്ങള് പതിനായിരക്കണക്കിന് കുറ്റവാളികൾ നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെട്ടാലും, 10,000-കണക്കിന് കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കരുത്. അതൊക്കെയാണ് നമ്മളിവിടെ അലക്കി തേച്ച കാര്യങ്ങൾ പറയാറുള്ളത്. നമ്മുടെ മുദ്രാവാക്യം പലപ്പോഴും അങ്ങനെയാണ് അല്ലേ? നമ്മൾ ഭൂമിയിലും പറയാറുണ്ട് അങ്ങനെയൊക്കെ, നല്ല അലക്കി തേച്ച മുദ്രാവാക്യങ്ങൾ. പക്ഷെ നടപ്പിലാകാറില്ല എന്ന് മാത്രം. 10,000-കണക്കിന് കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന്. പക്ഷെ ഇന്നുള്ളതോ നേരെ തിരിച്ചാ, നിരപരാധികളെ ജയിലിൽ കഴിയുന്നുള്ളൂ. അല്ലാത്തവരൊക്കെ സുഖമായിട്ട് നാട്ടിലിറങ്ങി ഇങ്ങനെ നടക്കുക, കള്ളന്മാരും അഴിമതിക്കാരും ഒക്കെ സുഖമായിട്ട് നടക്കുക, അവർക്കൊരു കുഴപ്പമില്ല. അപ്പൊ ഏതായാലും പറഞ്ഞു വന്നത്, അള്ളാന്റെ അടുത്ത് ഇത് ശരിക്കും 100% ഫിറ്റാ. അല്ലാഹു തആല ഇത് ചെയ്യാതിരിക്കൂല. പടച്ച റബ്ബ്, അർഹമുറാഹിമായ റബ്ബ് ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കില്ല.
ഒരു മെമ്പറെ പോലും ഒരൽപ്പം പോലും ആക്രമിക്കപ്പെടുന്ന ലോകമല്ലാതെ. സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞു, ഫല്യൗമ ലാ തുദ്ലമു നഫ്സുൻ ശൈആ വലാ തുജ്സൗന ഇലാ മാ കുന്തും തഅമലൂൻ. നിങ്ങൾ ചെയ്തതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറയും, ഈ നരകത്തിലേക്ക് പോകാൻ പറ്റൂല കുട്ടിയെ, ഈ സ്വർഗത്തേക്ക് തന്നെ പോകണം. ഞാൻ സ്വർഗത്ത് പോകണം, എൻ്റെ ഉമ്മാനി വാപ്പാൻ വേണം. അപ്പോഴാണ് പിന്നെ അള്ളാഹു ഗതി മുട്ടുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു വിധം ഒപ്പിക്കാൻ കഴിയുമെങ്കിൽ വില രണ്ടാളും കൂടി പിടിച്ചിട്ട് സ്വർഗത്തേക്ക് ഒരു തള്ള കൊണ്ടുപോയിക്കോ, ഈ പോകൂലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക, കൊണ്ടുപോയിക്കോ. അതിനും വേണം എന്ത്, ഒരു വിധം പറ്റും. ഞാനിത് പറയാൻ കാരണം കുറേ ആളുകൾ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഉസ്താദെ 2 മരിച്ചിട്ടുണ്ട്, ഞാൻ കാട്ടിത്തരാന്നല്ലേ. അതിലാരും ഇരിക്കണ്ട. കാരണം ഈ ഹദീസ് പറയുന്നിടത്ത് മഹാന്മാരത് പറഞ്ഞിട്ടുണ്ട്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ മനസ്സ് മാറ്റാൻ അള്ളാഹുവിന് കഴിയും. ഓനെ സ്വർഗത്തേക്ക് വിടാനും വരെ നരകത്തേക്ക് വിടാനും ചെയ്ത ശിക്ഷ ശരിക്കും അനുഭവിച്ചു വരാനും ഒക്കെ കഴിയും. അപ്പം അള്ളാഹുവിന് ഇത് അവസാനിപ്പിക്കാൻ കഴിയാത്ത കേസൊന്നുമല്ല. പക്ഷേ ഈ കുട്ടിയുടെ പക്ഷത്ത് ഒരല്പം അള്ളാഹു നിന്നു കൊടുക്കുന്ന പറഞ്ഞത്. അതിനും വേണം നമ്മൾ അതിന് പറ്റുക. തള്ളണമെങ്കിൽ തള്ളാൻ പറ്റണ്ടേ? അതിനും പറ്റാത്ത അവസ്ഥയിലായാൽ സംഗതി നടക്കൂല. അപ്പം അതും കൂടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കുട്ടികളെ മാതാപിതാക്കളോടൊപ്പം ചേർക്കപ്പെടും. വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബീമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതുഹും. സൂറത്തു തൂർ 21-ാം വചനത്തിൽ അല്ലാഹു പറഞ്ഞു, മൂമിനീങ്ങളായ മക്കൾ, മൂമിനീങ്ങളുടെ മക്കൾ അവരെ മൂമിനീങ്ങളോടൊപ്പം ചേർക്കപ്പെടും എന്ന് അല്ലാഹു പറഞ്ഞതാ. അപ്പൊ ഇവരൊരിക്കലും സ്വർഗത്തിലുള്ള സ്വർഗാവകാശികൾക്ക് ഒത്താശ ചെയ്ത് ഓടി നടക്കാൻ പറ്റില്ല. അങ്ങനെ അഭിപ്രായം പറഞ്ഞവരെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഗണ്ണിക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് മറ്റു മുഫസ്സിരീങ്ങളും അതിനെ ഗണ്ണിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ശക്തമായ ഭാഷയിൽ ഗണ്ണിക്കുന്നത് ഇമാം റാസിയാണ്. അതുകൊണ്ടാണ് പിന്നെ തെളിവ് സഹിതം ഖണ്ഡിച്ച് മുറിച്ചിടുന്ന ഒരു ശൈലിയായതുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ മാത്രം നമ്മൾ പരാമർശിക്കുന്നു എന്ന് മാത്രം. ഇമാം റാസി പറഞ്ഞു, ഇത് മുഅ്മിനീങ്ങളുടെ മക്കളാവാൻ സാധ്യതയില്ല. അവരവരെ വാപ്പാന്റെ ഒപ്പം, വാപ്പാരെ ഉമ്മാരെ കൂടെ അവർ സ്വർഗത്തിൽ സ്വർഗാനുഭൂതികൾ ആസ്വദിച്ച് കഴിഞ്ഞുകൂടും. പിന്നെ ഇവരാരാ? അവർ ഈ ഭൂമി ലോകത്തെ മക്കളാണെങ്കിൽ ഹൂറുലിങ്ങൾ എന്നതുപോലെ ഒരു പ്രത്യേക വിഭാഗം സ്വർഗീയ മക്കൾ. ഹൂറുലിങ്ങൾ പെടുത്തു പോയാലല്ലോ, അവിടെ അള്ളാഹു അതിനുവേണ്ടി സൃഷ്ടിച്ചു വെച്ചതാ. അതേ രൂപത്തിൽ കുറച്ച് സ്വർഗീയ പയ്യന്മാരെ വേണമെങ്കിൽ അള്ളാഹുവിന് സൃഷ്ടിക്കാം. അതാണ് നേരത്തെ ഞാൻ ഓതിയ ആയത്തുകൊണ്ട് മനസ്സിലാകുന്നതും. യതൂഫു അലൈഹിം വിൽദാനുൻ എന്നല്ല അവിടെ പറഞ്ഞത്, ഗിൽമാനുൻ ലഹും എന്നാണ്. വിൽദാൻ എന്ന് പറയുമ്പോഴേ ജന്മം കൊടുത്ത കുട്ടികളാകേണ്ടതുള്ളൂ, പ്രസവത്തിലൂടെ ഉണ്ടായ കുട്ടികളാവേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഏതാവാം, സ്വർഗത്തിലുള്ള സ്വർഗീയ പയ്യന്മാരാവാം എന്നും കൂടെ ഇമാം റാസി പറയുന്ന ആ ആയത്തുകൊണ്ട് മനസ്സിലാകുന്നത് അങ്ങനെ ആവാം. ഇനി അല്ല, വിൽദാൻ എന്ന് പറഞ്ഞാൽ ജനിച്ച മക്കൾ എന്ന് തന്നെയാണ്, ജന്മം കൊടുത്തുണ്ടായ മക്കൾ എന്ന് തന്നെയാണെങ്കിൽ അതാരാവാനാ സാധ്യത? ഹദീസിന്റെ വെളിച്ചത്തിൽ ഇമാം റാസി പറയുന്നു, അത് കുഫാറുകളുടെ മക്കളായിരിക്കും. കാരണം ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഔലാദുൽ കുഫാർ ഖുദ്ദാമു അഹ്ലിൽ ജന്ന. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, കുഫാരിങ്ങളുടെ ചെറിയ മക്കൾ, അവർ തെറ്റും ചെയ്തിട്ടില്ലല്ലോ, മരിച്ച ഉടനെ മരിച്ചുപോയ, പ്രസവിച്ച ഉടനെ മരിച്ചുപോയ ചെറിയ മക്കൾ, പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് മരിച്ചുപോയ ആ ചെറിയ മക്കൾ എന്ത് തെറ്റാ ചെയ്തത്? ഉമ്മി ബാപ്പി അങ്ങനെ ആയതുകൊണ്ട് അവരങ്ങനെ ആയി എന്ന് മാത്രമേ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അവർ സ്വർഗത്തിന് സ്വർഗാവകാശികൾക്ക് ഒത്താശ ചെയ്ത് നടക്കും. അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ അത് നമുക്ക് അംഗീകരിക്കാമെന്ന് ഇമാം റാസി പറയുന്നു. എങ്ങനെയും ആവാം, അതിലിപ്പോൾ നമുക്ക് വിഷയമല്ല. അത് എങ്ങനെയായാലും സംഗതി ഉണ്ടാകും. നല്ല വൃത്തിയുള്ള, നല്ല ഡ്രസ്സ് ധരിച്ച, ഡ്രസ്സിങ് നടത്തിയ ആ മക്കൾ ഇങ്ങനെ ഓടി നടക്കും. എന്നിട്ട് നമ്മുടെ അടുത്തൊക്കെ ഓടി ഓടി വരും. മാത്രമല്ല ഒരു കാര്യവും കൂടെ ചിന്തിക്കണം. ഇമാം റാസി പറയുന്നു, മക്കളില്ലാത്ത മക്കളില്ലാത്ത മനുഷ്യന്മാരില്ലേ ഇവിടെ? അവർക്കും വേണ്ടേ ഈ സന്താനങ്ങൾ? അപ്പൊ സ്വന്തം മക്കളല്ല, വേറെ വിഭാഗമാണ് എന്ന കാര്യം ഉറപ്പാണ്. സ്വാലിഹീങ്ങളായ മക്കളില്ലാത്ത എത്രയോ പേരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു കിട്ടുന്ന രൂപത്തിൽ ഇങ്ങനെ ഒന്നിരിക്കൽ അവിശ്വാസികളുടെ മക്കൾ, അപ്പൊ അവരും ഉണ്ടാകും. റസൂലുള്ളാഹി ഹദീസിൽ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അവിശ്വാസികളുടെ മക്കളും ഉണ്ടാകും. വയതൂഫു അലൈഹിം ഗിൽമാനുൻ ലഹും കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ എന്ന് പറയുമ്പോൾ അങ്ങനെ സ്വർഗീയ പയ്യന്മാർ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക വിഭാഗവും അള്ളാഹു സൃഷ്ടിച്ചേക്കാം. ഏതുപോലെ? സ്വർഗത്തിൽ സ്വർഗീയ തരുണിമണികൾ മാത്രമല്ലല്ലോ, ഇഹലോക തരുണികളുമുണ്ട്. എൻ്റെ ഒരു ദിവസത്തെ വിഷയം തന്നെ അതാണ്, സ്വർഗത്തിലെ ഇഹലോക തരുണികൾ. കാരണം നമ്മുടെ ഈ CD പുറത്തു പോകാനുള്ളത് കൊണ്ട് എന്തായാലും അതൊന്ന് പറയണമെന്നുണ്ട്. സ്വർഗത്തിലെ ഇഹലോക തരുണികൾ അതാകണമെങ്കിൽ കുറച്ച് പണിയുണ്ട് എന്ന് മാത്രം. ഈ ലോകത്ത് സ്വർഗത്തിലെ ഹൂറുലിങ്ങളെ വെല്ലുന്ന രൂപത്തിൽ ലോകത്തെ പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം കിട്ടും സ്വർഗത്തിന്. പക്ഷെ അങ്ങോട്ട് എത്തണമെങ്കിൽ കുറച്ച് പണിയുണ്ട് പെണ്ണുങ്ങൾക്ക്. ആണുങ്ങൾക്കും പണിയുണ്ട് പെണ്ണുങ്ങൾ അങ്ങോട്ട് എത്തിക്കണമെങ്കിൽ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതൊക്കെ അന്ന് പറയും.
ആ വിഷയത്തിൽ അസ്ഹാബുൽ യമീൻ പരാമർശിക്കുന്ന സമയത്ത് അവിടെ ഞാൻ പറയും ഫജഅൽനാഹുന്ന അബ്കാറാ ഉറുബൻ അത്റാബൻ ലിഅസ്ഹാബിൽ യമീൻ എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ അവിടെ വെച്ച് പറയാം. എന്നിട്ട് ഇവർ കറങ്ങുന്നത് എന്തുമായിട്ടാ? ബിഅക്വാബിൻ വഅബാരിഖ വകഅസിം മിൻ മഈൻ. ഇവർ കറങ്ങുന്നത് ബിഅക്വാബിൻ ജഗ്ഗുകളുണ്ട്, ബിഅക്വാബിൻ വഅബാരിഖ ജവനപാത്രങ്ങളുണ്ട്, വകഅസിം മിൻ മഈൻ ശുദ്ധമായ കള്ളിന്റെ കപ്പുകളും ഗ്ലാസുകളുമുണ്ട് കയ്യിൽ. ഇതൊക്കെ ആയിട്ട് ഇവരിങ്ങനെ കറങ്ങി നടക്കും. ബിഅക്വാബിൻ വഅബാരിഖ വകഅസിം മിൻ മഈൻ. പറഞ്ഞതിന്റെ ആശയം വ്യത്യസ്തങ്ങളായ പാനപാത്രങ്ങൾ കൊണ്ട് അവരിങ്ങനെ നടക്കും.